ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെത്തിച്ചതായാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പം മാറ്റിയോ എന്നതിലും അന്വേഷണം നടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം. 2019 സ്വർണം പൂശാൻ ചെന്നൈയിലെത്തിച്ചത് ചെമ്പുപാളിയാണെന്നായിരുന്നു കണ്ടെത്തൽ. തിരുവാഭരണം കമ്മീഷണർ തയ്യാറാക്കിയ മഹസറിന്റെ പകർപ്പ് മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. മഹസറിൽ സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 1999 വിജയ് മല്യ സ്വർണം പൂശിയ പാളി എങ്ങനെ വീണ്ടും ചെമ്പായി മാറി എന്നതിലാണ് ദുരൂഹത തുടരുന്നത്. ഇതിനിടയിലാണ് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയെന്ന് പറയുന്ന സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെത്തിയതായുള്ള വിജിലൻസിന്റെ കണ്ടെത്തൽ. സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്കാണെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. ബംഗളൂരുവിലെ ശ്രീറാംപുര ക്ഷേത്രത്തിലെത്തിച്ചതായി വിജിലൻസിന് വിവരം. ശ്രീറാംപുര ക്ഷേത്രത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. സ്വർണ്ണപ്പാളി മാറ്റിയോ എന്നും വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവന്നത് പുതിയ സ്വർണ്ണപ്പാളിയായാണോ എന്നാണ് അന്വേഷണം നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബംഗളൂരുവിലുള്ള സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 1999 വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകരെയും സ്വർണം പൂശിയെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപനടക്കം വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയതിലെ ദുരൂഹത ഇതുവരെ മറനീക്കി പുറത്തുവന്നിട്ടില്ല. അതിനിടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മീഡിയ വൺ, തിരുവനന്തപുരം.